ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ പാരിഷ് ചർച്ചിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പുതിയൊരു ദേശത്ത് ചെല്ലുന്നുടനെ ഏതെങ്കിലും ഒരു ഇടവക പള്ളിയിൽ നമ്മൾ അംഗമാകുകയും ആ പള്ളിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യും. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഒരു ഇടവക പള്ളിക്ക് പ്രധാനമായിട്ടും 3 ഫങ്ഷൻസാണുള്ളത്. ഒന്ന്, യേശുവിൻ്റെ തിരുശരീരം രക്തങ്ങൾ പങ്കിട്ട് ഭക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വചനം വിഭജിച്ച് അത് ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പുരോഹിതൻ പറഞ്ഞു തരിക. മൂന്നാമത്, ഇടവക ജനങ്ങൾ തമ്മിലുള്ള അവരുടെ കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ഫെലോഷിപ്പ്, സുറിയാനി വിശ്വാസത്തിൽ എന്ന് പറയുന്ന പേര് കൊയിനോനിയ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഒരു പള്ളിയിൽ നിന്നും ബേസിക്കായിട്ട് വിശ്വാസിക്ക് ലഭിക്കുന്ന സർവീസുകൾ. ആദ്യം പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ, രണ്ടാമത് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം, ഈ രണ്ടും നമുക്ക് വിഭജിച്ച് തരുന്നത് പുരോഹിതനാണ്. എല്ലാ പള്ളികളിലും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പുരോഹിതന്മാരുള്ളതുകൊണ്ട് ഈ 2 കാര്യങ്ങളും കൃത്യമായിട്ടും നന്നായിട്ടുള്ള രീതിയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യത്തിലാണ് നമുക്ക് ലൈറ്റി അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇൻവോൾവ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ആ ലൈറ്റി എന്തിനാണ് ഈ കമ്മ്യൂണിയൻ ഫെലോഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മ്യൂച്വൽ എഡിഫിക്കേഷൻ, വിശ്വാസത്തിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരിക, ബിൽഡപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതാണ് ഒന്ന്. രണ്ടാമത്, വിശ്വാസികൾ പരസ്പരം മധ്യസ്ഥത ദൈവത്തിൻ്റെ അടുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ. മൂന്നാമതായിട്ട്, വിശ്വാസികൾ വഴിതെറ്റി പോവുകയാണെങ്കിൽ, വിശ്വാസത്തിൽ നിന്ന് മാറി വ്യതിചലിച്ച് പോവുകയാണെങ്കിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ള ഒരു റോളും ഉണ്ട്. മടക്കിക്കൊണ്ടുവരിക, അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കുക, ദൈവവചനം സംസാരിക്കുക, ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന രീതി എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക, സംശയങ്ങളെ ദൂരീകരിച്ച് കൊടുക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വിശ്വാസികൾ പരസ്പരം ചെയ്യുന്നുമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ മൂന്നാമത്തെ വിഷയത്തിലാണ്, അതായത് വിശ്വാസികളുടെ കൊയിനോനിയ, അവിടെയാണ് നമ്മൾ വ്യതിചലിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാം പാപികളാണ്. ഒരു ആശുപത്രിയിൽ രോഗികൾ പോകുന്നത് പോലെയാണ് പള്ളിയിൽ നമ്മൾ പാപികളായ വിശ്വാസികൾ പോകുന്നത്. ഒരിക്കലും അത് വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയല്ല, സയൻസിൻ്റെ ഒരു കൂട്ടായ്മയല്ല, അത് പാപികളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, പാപികളായതുകൊണ്ട് നമ്മൾ പരസ്പരം ചിലപ്പോൾ ദോഷം പറയും, പരസ്പരം ചിലപ്പം ഹേർട്ട്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു നല്ല വിശ്വാസി, ഉറച്ച വിശ്വാസിക്ക് തീർച്ചയായിട്ടും ഇത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ആരെങ്കിലും ഇതുപോലെ നമ്മളെ ഹനിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും, ഇവനൊരു പാപി ആയതുകൊണ്ട് ചെയ്യുന്നതാണ്. ഞാനപ്പം അതനുസരിച്ച് ഒരു കർണത്തടിക്കുന്ന പറഞ്ഞാൽ മറ്റേ കർണത്തിലൂടെ അടിക്കാനായിട്ട് ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കില്ല. ഞാനാണെങ്കിൽ അവനെ ശാന്തനാക്കി, അവനെ ഒരിച്ചിരി സമയമൊക്കെ കൊടുത്ത് അവനെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള ആ പഴയ നിയമത്തിലെ ആ ഒരു രീതി മാറി നമ്മൾ ക്ഷമിക്കുവാനായിട്ടുള്ള അനുഗ്രഹം നമുക്ക് പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഒരു മച്യൂർഡായിട്ടുള്ള പാരിഷിലെ വിശ്വാസികൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ, യേശുക്രിസ്തു ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും ഇങ്ങനെ പാപികളുടെ ഇടയിലാണ് ഒത്തിരിയും പ്രവർത്തിച്ചത്. യേശുക്രിസ്തുവിനെ ഈ കാരണം പറഞ്ഞ് കളിയാക്കുകയും പരീശന്മാർ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് മറ്റുള്ളവരോടൊക്കെ ക്ഷമിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സുഹൃത്തിൻ്റെ അടുക്കെ ക്ഷമിക്കുകയാണെങ്കിൽ നമ്മൾ ക്ഷമിക്കും. പക്ഷെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞത്, നിൻ്റെ ശത്രുവിൻ്റെ അടുക്കൽ നിങ്ങൾ ക്ഷമിക്കണമെന്നാണ് യേശുക്രിസ്തു പറയുന്നത്. സുഹൃത്തിൻ്റെ അടുക്കൽ ക്ഷമിക്കുന്നത് സാധാരണ ഏത് മനുഷ്യനും ഏത് വിശ്വാസിയും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ശത്രുവിനെ പോലും നമ്മൾ ക്ഷമയോടെ, അല്ലെങ്കിൽ ശത്രുക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ അവരോട് വരെ ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഒത്തിരി ഉദാഹരണമുണ്ട്. 7 എഴുതുപട്ടം ക്ഷമിക്കണമെന്നും, ഒരു കർണത്തടിച്ചവന് മറ്റേ കർണം കാണിച്ചു കൊടുക്കണമെന്നും, ഒരു ഫർലോങ് നടക്കാൻ പറയുന്നവൻ്റെ കൂടെ നടക്കാൻ പറയുന്നവൻ്റെ അടുക്ക്
2 ഫർലോങ് നടക്കണമെന്നും ഇങ്ങനെയൊക്കെ യേശുക്രിസ്തു നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നിട്ടുമുണ്ട്, ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരു പാരിഷിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ്. ഇങ്ങനെയുള്ള സ്നേഹത്തോടെയുള്ള പ്രവൃത്തിയാണ് നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്ന് മറ്റുള്ള ജനങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ സാക്ഷ്യം. ബൈ ദിസ് ലവ് other people will know that we are believers of Jesus Christ. Other people will know that we are Christians. അടുത്തത്, ഒരു പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ, എനിക്ക് പരിചയമുള്ള നന്നായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന പള്ളികളിൽ എപ്പോഴും കുറച്ച് വിശ്വാസ സ്ഥിരതയും വിശ്വാസത്തിൽ മെച്യൂരിറ്റിയുമുള്ള കുറച്ച് ആൾക്കാർ കാണും. പ്രശ്നങ്ങളുണ്ടാകുന്ന ഉടനെ ജനങ്ങൾ അവരുടെ അടുക്കലാണ് ചെന്നതിന് ശേഷം അവരാണ് ആ പള്ളിയിലെ സങ്കേത പട്ടണം. ഈ അഫക്റ്റഡായിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്ത് ആശ്വസിപ്പിച്ച് അവർക്കൊരു സങ്കേതം വലയം തീർക്കുന്നത് അങ്ങനെയുള്ള ജനങ്ങളാണ്. നല്ലൊരു പള്ളിക്ക് അങ്ങനെയുള്ളൊരു ക്വാളിറ്റി ഉള്ളത് ഏറ്റവും നല്ലതാണ്. അത് നല്ല വിശ്വാസികൾ, നല്ല വിറ്റ്നസ്സിങ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണ്. മുടിയനായ പുത്രൻ്റെ കഥ കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, അതായത് ആ പിതാവ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോഴാണ്. അതുപോലെ തന്നെയാണ് ആർക്കെങ്കിലും വിശ്വാസ വ്യതിചലനം ഉണ്ടാകുകയോ അല്ലെങ്കിൽ മോശമായ പെരുമാറ്റമൊക്കെ ഉണ്ടാകുന്നുടനെ നമ്മളവരെ മടക്കി കൊണ്ടുവന്നിട്ട് അവരെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തി അതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. അവരോട് ക്ഷമിക്കുന്നത് ഒരു ബലഹീനതയാണെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. നമ്മൾ അതിനായിട്ട് വാതിലുകൾ തുറന്നിടുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു നല്ല കാര്യമാണ്. അവരെ റിസീവ് ചെയ്യാനായിട്ട് ഒരു വാതിൽ എപ്പോഴും തുറന്നിടുക. ഞാൻ നേരത്തെയും എൻ്റെ ഈ പോഡ്കാസ്റ്റിലും വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കായീൻ ആബേലിൻ്റെ അടുക്ക് ചെയ്ത് കൊലപാതകം. അപ്പം ദൈവം വന്ന് ചോദിക്കുന്നുണ്ട്, നിൻ്റെ സഹോദരൻ എവിടെയെന്ന്. നമ്മൾ സ്വർഗത്തിൽ അല്ലെങ്കിൽ ന്യായവിസ്താരത്തിന് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന പറഞ്ഞാൽ നമ്മുടെ അടുക്ക് ചോദിക്കും, നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കും. ആ സമയത്ത് നമുക്കൊരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കേണ്ട ഒരു സ്ഥിതി വരരുത്. എസെക്കിയേൽ പ്രവാചകൻ്റെ അടുക്ക് പറഞ്ഞു, സുവിശേഷം പറയുവാനായിട്ട് ഞാൻ നിന്നെ കൽപ്പിച്ച് അയക്കുന്നു. നീ സുവിശേഷം പറയാതെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവരുടെ രക്തത്തിൻ്റെ വില ഞാൻ നിന്നോട് ചോദിക്കും. ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോൾ ഞാൻ മെർച്ചൻ്റ് ഓഫ് വെനീസ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു വാചകം ഇതാണ്: ജസ്റ്റിസ് ടിഞ്ച്ഡ് വിത്ത് മെഴ്സി ഈസ് ഡിവൈൻ. നീതി നമുക്ക് പുസ്തകം നോക്കി നടപ്പാക്കി കൊടുക്കാം, പക്ഷേ നീതിക്കകത്ത് മേഴ്സി, കരുണ ചാലിക്കുന്നറിനെ അത് ഡിവൈനാണ്, സ്വർഗീയമാണ്. ഷേക്സ്പിയർ എത്രയോ 5-6 സെഞ്ച്വറീസിന് മുന്നേ പറഞ്ഞ കാര്യമാണ്. ഇതിനകത്തൊക്കെ വെറുതെ പറയുന്നതല്ല, ഇതിനകത്തൊക്കെ കാര്യമായ കാര്യങ്ങളുണ്ട്. അതുതന്നെ ദൈവം സ്നേഹമാണ്. ആ സ്നേഹം നമുക്ക് ദൈവം യേശുക്രിസ്തുവിൽ കൂടെ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മളും ബാധ്യസ്ഥരാണ്. അപ്പോൾ സ്നേഹത്തോടെ മറ്റുള്ളവരെ കാണുവാനും സ്നേഹത്തോടെ അല്ലെങ്കിൽ കരുണയോടുകൂടി അവർ ചെയ്യുന്ന ലംഘനങ്ങളൊക്കെയും നമ്മൾ കൺസിഡർ ചെയ്യുവാനും, അത് നമ്മൾ കുർബാനയ്ക്കകത്ത് പറയുന്നുണ്ട്, നീതിയോടെ എന്നെ വിധിക്കരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാര്യം നീതിയോടെ വിധിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റിൻ്റെ പ്രാസായിരിക്കും എപ്പോഴും ചാഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും നീതിയോടെയല്ല, കരുണയോടെ മറ്റുള്ളവരെ കാണുവാനായിട്ട് നമുക്ക് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.